ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതിനെ കാണിക്കുന്നത്. രേവതി അടുക്കളയിൽ പോയി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ രേവതിയുടെ അനിയനാണ് സച്ചിയുടെ ആ ഒരു ബൈക്ക് മോഷ്ടിച്ചത് എന്നറിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ രേവതിനെ കളിയാക്കി കൊന്ന്, രേവതിനെ മാത്രമല്ല രേവതിയുടെ കുടുംബത്തിനെ ആകെ ആക്ഷേപിച്ച് കൊന്ന് ഇട്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. ഇത് സഹിക്കാനാവാതെയാണ് നമ്മുടെ രേവതി പോയി അടുക്കളയിൽ നിന്ന് കരയുന്നത്. ഏതായാലും അടുക്കളയിൽ പോയി നിന്ന് കരഞ്ഞ രേവതി പതിയെ അവിടെ നിന്ന് നേരെ രേവതിയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് രവീന്ദ്രൻ അവിടെ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പൊ രവീന്ദ്രൻ അവിടെ കാണുന്ന ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, അച്ഛ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ. പിന്നെ അതിവിടെ പറയാത്തത് വേറൊന്നും കൊണ്ടുമല്ല, അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതിവിടെ പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, മോളെ നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നീ എല്ലാം എന്നോട് തുറന്നു പറയുമെന്ന് തന്നെയാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷെ ഈ ഒരു കള്ളത്തരം നീ മറച്ചു വെച്ചില്ലേ, അതെന്തിനാ ഈ അച്ഛനിൽ നിന്ന് അത് മറച്ചു വെച്ചത്? ഏതായാലും അച്ഛന് എന്തോ വല്ലാണ്ടങ്ങ് ആയിപ്പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. ഒരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ രേവതി അങ്ങോട്ട് വിഷമം അങ്ങോട്ട് ഇരട്ടിച്ചു കേട്ടോ. അതും നമ്മുടെ രവീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു സംസാരം ഉണ്ടാകുമെന്ന് ഒരിക്കലും രേവതി പ്രതീക്ഷിച്ചുമില്ല. രേവതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അതും ഒരിക്കലും നമ്മുടെ രേവതിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. ചന്ദ്ര എന്തെങ്കിലും പറഞ്ഞാൽ അത് രേവതി കേട്ടുകൊണ്ട് നിൽക്കും. ഒരു പക്ഷെ അപ്പം വിഷമം ഉണ്ടെങ്കിലും പിന്നെ നമ്മുടെ രേവതി അതങ്ങ് മറക്കും. അതുപോലെയല്ല, രവീന്ദ്രൻ പറഞ്ഞത് സഹിക്കാനായില്ല. വീണ്ടും ഓടി നേരെ ബെഡ്റൂമിലേക്ക് ചെന്നിട്ട് പൊട്ടി കരയാണ്. സച്ചി ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും അവിടെ ഇല്ലെന്ന് ഓർത്തോണം. സച്ചി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ നമ്മുടെ രേവതിനെ കുത്തിപ്പറിക്കില്ലായിരുന്നു. അത് ഉറപ്പായ കാര്യം തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ രേവതി വേറൊന്നുമല്ല, പിന്നെ വിഷമം പറയാനും സങ്കടം പറയാനും ഉള്ളത് ലക്ഷ്മി മാത്രമാണ്. അതുകൊണ്ട് ലക്ഷ്മിനെ നേരെ ഫോൺ വിളിച്ചു. ലക്ഷ്മി എന്തോ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ലക്ഷ്മിക്ക് ഫോൺ വന്നത്. ലക്ഷ്മി രേവതി മോളാണല്ലോ എന്ന് പറഞ്ഞു എടുത്തു. തൊട്ടടുത്ത് ദേവു ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോൺ എടുത്ത ഉടനെ തന്നെ നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കരയുന്ന സൗണ്ട് കേട്ടപ്പോൾ ലക്ഷ്മി ചോദിച്ചു, എന്തു പറ്റി മോളെ, മോക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഏങ്ങലടിക്കുന്ന സൗണ്ട് മാത്രമാണ് ഉള്ളത്. ഇത് കേട്ടോടനെ ലക്ഷ്മിക്ക് പേടിയായിട്ടോ. ലക്ഷ്മി മോളെ, എന്താ നിനക്ക് പറ്റിയത്, എന്താ മനുഷ്യനെ തീ തീറ്റിക്കാതെ നീ കാര്യം പറ എന്ന് പറഞ്ഞപ്പം, അത് പിന്നെ അമ്മ ഇവിടെ ഉള്ളവരെല്ലാം എല്ലാം അറിഞ്ഞു. എന്തറിഞ്ഞു എന്ന് നീ പറയുന്നത്? എന്താ സച്ചി നിന്നെ വല്ലതും പറഞ്ഞോ? സച്ചേട്ടന് എന്നെ ഒന്നും പറഞ്ഞില്ല. അതിനു പകരം പറയാനുള്ളവരൊക്കെ പറഞ്ഞല്ലോ. എന്താ മോളെ സംഭവിച്ചത്, ഒന്ന് നീ തുറന്ന് പറ. അത് പിന്നെ ശരത്ത് അന്ന് സച്ചേട്ടന്റെ ബൈക്ക് മോഷ്ടിച്ചില്ലേ, അതിവിടെ ആർക്കും അറിയില്ലായിരുന്നല്ലോ, അത് ഇന്ന് എല്ലാവരും അറിഞ്ഞമ്മേന്ന് പറഞ്ഞു. ഇത് കേട്ടതും ലക്ഷ്മി ഒന്ന് ഞെട്ടി കേട്ടോ. ലക്ഷ്മിയോട് പറഞ്ഞു, അത് മാത്രമല്ല, ഞാൻ അമ്മ എന്തു പറഞ്ഞാലും സഹിക്കും. പക്ഷേ അച്ഛനും എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ മറച്ചു വെച്ചത് ശരിയായില്ലെന്നോ അതൊക്കെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇതെന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇതൊക്കെ സംഭവിക്കുന്നത്? എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെയായി പോകുന്നത്? ഞാൻ ആരോടും ഒരു ഉറുമ്പിനോട് പോലും ഇതുവരെ ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല. പിന്നെ എന്തിനമ്മേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോളെ നീ കരയാതിരിക്കുക. എന്ത് ചെയ്യാനാ, ഓരോന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന തലവേദന എൻ്റെ മോൾക്കാണല്ലോ വന്നു ചേരുന്നത്. എൻ്റെ ഈശ്വര, ഇതിപ്പോ എന്ത് ചെയ്യും മോളെ എന്ന് പറഞ്ഞപ്പം, അമ്മ കരയൊന്നും വേണ്ട, ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവളായിരിക്കും ഞാൻ. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയായിരിക്കും ഈ ജന്മത്തിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഏതായാലും അമ്മയോട് ഇത് പറഞ്ഞപ്പം എന്തോ മനസ്സിന് ചെറിയൊരു ആശ്വാസം പോലെ തോന്നുക. എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ അച്ഛൻ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മേ. പക്ഷെ അത് അവിടെ നിന്നും പോയി. അതുകൊണ്ടാണ് ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞത്. മോളേതായാലും ഫോൺ വെച്ചേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ദേവു ചോദിച്ചു, എന്താ പറ്റിയത് അമ്മയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേവുവിനോട് നമ്മുടെ ലക്ഷ്മി കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. അപ്പോഴത്തേക്ക് ദേവു തന്നെ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ അമ്മ ചെയ്യുക, നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അതും കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എടുത്തിടുക എന്ന് വെച്ചാൽ, തെറ്റ് ചെയ്തവനുണ്ടല്ലോ ആ ശരത്ത്, അവനൊറ്റ ഒരുത്തൻ കാരണമല്ലേ രേവതിയുടെ സമാധാനം നഷ്ടപ്പോയത്. അവൻ കാരണം അവന്റെ കൂടപ്പറപ്പിന്റെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോഴേക്കും ശരത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ അമ്മേ, എന്തിനാ അമ്മ കരയുന്നത്, എന്താ അമ്മയ്ക്ക് പറ്റിയത്, എല്ലാത്തിനും കാരണം നീയാ, നീ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എന്നിട്ട് നീ ഇപ്പൊ എന്താ കാണിച്ചോണ്ട് വന്നേക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അടികൾ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ, തോളിനിട്ടും പുറത്തിനിട്ടും ഒക്കെ. അപ്പോഴത്തേക്ക് ശരത്ത് ചോദിച്ചു, അമ്മ എന്തിനാ എന്നെ തല്ലിയത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് അറിയണോടാ നിനക്ക്, നീ സച്ചേട്ടന്റെ ബൈക്കൊന്നും മോഷ്ടിച്ചില്ലേ, അതാ വീട്ടിലെ എല്ലാവരും അറിഞ്ഞു എന്നിങ്ങനെ ദേവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരത്തൊന്ന് ഞെട്ടി കേട്ടോ. അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, നീ അന്ന് ചെയ്ത തെറ്റ് ഇപ്പൊ രേവതിയുടെ തലയിലായി, അവളല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് നീ ഈ കുടുംബത്തിനോട് ഈ മഹാപാപം ചെയ്തത്. അപ്പൊ നമ്മുടെ ദേവ് പറഞ്ഞു, അല്ല സച്ചേട്ടന് ഇത് അറിയാലോ, സച്ചേട്ടനല്ലേ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞത്, അവൻ നല്ലവനായതുകൊണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞു, ഇവനോട് ക്ഷമിച്ചു. പക്ഷേ അങ്ങനെയല്ല, എല്ലാവരും ഒന്നും ചെയ്യാതെ തന്നെ നമ്മളെ അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പം എന്താ പിന്നെ ചെയ്യാണ്ടിരിക്കുക, രേവതിനെ കുറ്റപ്പെടുത്തുകയും രേവതിനെ സങ്കടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോഴാ ആ ചന്ദ്രയ്ക്ക് സമാധാനം കിട്ടുക, സന്തോഷം കിട്ടുക. ഇപ്പം അടുത്തൊരു വിഷയവും കൂടെ കിട്ടി, എന്റെ മോള ഇതൊക്കെ സഹിച്ച് അവിടെ കഴിയുന്നത്, എന്റെ ഈശ്വര, എന്റെ മോള് എങ്ങനെ അവിടെ കഴിയും. അമ്മ സങ്കടപ്പെടാതിരിക്കെ, ബൈക്ക് തിരികെ കിട്ടിയില്ല, അതിന്റെ പേരിൽ കേസും ഇല്ലല്ലോ, കേസ് സച്ചേട്ടൻ വേണ്ടെന്ന് വെച്ചില്ലേ, പിന്നെ എന്താ പ്രശ്നം. ഇതേ സച്ചിയുടെ അമ്മയ്ക്ക് കിട്ടിയ ഒരു ആയുധം തന്നെയാ, ഒരു തെമ്മാടിയുടെ കൂടെ ചേർന്ന് നീ കാണിച്ച തെറ്റിന് നമ്മുടെ മോളാ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിനക്കറിയാമോ. എന്റെ ദൈവമേ, ഇതൊക്കെ അനുഭവിക്കാൻ എന്തിനാ എന്നെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്, അന്ന് അച്ഛൻ പോയതും അത് കാരണം തന്നെയാ, അത് നിനക്കറിയാലോ. ഇപ്പൊ രേവതിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാണ്ടായി. ഓ ദൈവമേ, ഇത് രവിയേട്ടനോട് നമുക്ക് മുന്നേ പറയായിരുന്നു, നമ്മൾ പറയാത്തത് അത് വലിയ തെറ്റ് തന്നെയായിപ്പോയി, ഇത് പറയുമായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പിന്നെ രേവതിയോട് അത് രവിയേട്ടൻ സൂചിപ്പിക്കുകയും ചെയ്തു. അതൊരിക്കലും എന്റെ മോക്ക് സഹിക്കാനാവില്ല. ഇനി രവിയേട്ടന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും. അല്ലമ്മേ, ഇത് കല്യാണത്തിന് മുമ്പ് നടന്ന സംഭവമല്ലേ, അതൊക്കെ പോട്ടെ, അതൊക്കെ മറക്ക്. രേവതി ചേച്ചി മരുമകളായിട്ട് ആ വീട്ടിലെത്തുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യമല്ലല്ലോ അമ്മേ, നമ്മൾ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ലല്ലോ. പിന്നെ എന്താ നമ്മുടെ കയ്യിൽ എന്താ പിന്നെ തെറ്റിരിക്കുന്നത്, പറയുമ്പോ നമ്മുടെ കയ്യിൽ തെറ്റൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് വന്നിട്ട്, സോറി അമ്മേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ എന്താ പിന്നെ ചെയ്യേണ്ടത്. നീ ചെയ്ത തെറ്റിന് മറ്റുള്ളവരാ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാ, രേവതി എങ്ങനെയാണ് ഇനി ആ വീട്ടിൽ നിൽക്കുന്നത്, സ്വസ്ഥത കൊടുക്കുവോ ചന്ദ്ര അവക്ക്, എല്ലാത്തിനും കാരണം നീ ഒറ്റയൊരുത്ത് ഇറങ്ങിക്കോണം ഇപ്പൊ ഇവിടെന്ന്. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്, നീ വേറെ എങ്ങോട്ടേക്കും അല്ല പോകേണ്ടത്, നീ രേവതിയുടെ അടുത്തേക്ക് പോ, അവിടെ ചെന്നിട്ട് എല്ലാരോടും നീ മാപ്പ് പറ, നീ പോ. അല്ല അമ്മേ, അത് വേണോ, ഞാൻ ചെന്ന് കഴിഞ്ഞാല് വേണം, അത് വേണം. നീ മാപ്പ് പറഞ്ഞില്ലേ ചന്ദ്ര എന്റെ മോളെ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ചെല്ലടാ, ചെയ്ത തെറ്റിന് നീ അവരോട് പോയി മാപ്പ് പറ, അതാ നിനക്ക് നല്ലത്. നിന്നോടാ പറഞ്ഞ് ഇറങ്ങി പോകാന്, നീ എന്തിനാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, ഇറങ്ങി പോടാന്ന് പറഞ്ഞു. ഏതായാലും ശരത്ത് അവിടുന്ന് പോകാൻ തുടങ്ങണം. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു, അല്ലമ്മേ ശരത്തിനെ തന്നെ വിട്ടാൽ എങ്ങനെയാ, ഒരു കാര്യം ചെയ്യുക, അമ്മയും കൂടെ ചെന്ന് കഴിഞ്ഞാല് അത് കുഴപ്പമില്ലാതെ തന്നെ ചിലപ്പോൾ അവസാനിക്കും. ഇവൻ അവിടെ ചെന്ന് എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഞാൻ പോയാൽ ശരിയാവില്ല, ഞാൻ വായി തോന്നുന്നൊക്കെ പറയും, അത് കേട്ടിട്ട് രേവതിയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. ആ ചന്ദ്രയുടെ കാര്യം അറിയാലോ, ചിലപ്പോൾ ചന്ദ്രയും എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ പോകാതിരിക്കുന്ന മോളെ നല്ലത്. അത് ശരിയമ്മേ, അമ്മ എന്നാ പോകണ്ട. അമ്മ പോയി കഴിഞ്ഞാല് ചിലപ്പോൾ അമ്മേനെ എന്തെങ്കിലും ആ ചന്ദ്ര പറഞ്ഞു കഴിഞ്ഞാല് രേവതി ചേച്ചി അത് ചിലപ്പം നോക്കിക്കൊണ്ട് നിന്നെന്ന് വരില്ല, പ്രതികരിക്കും. അതുകൊണ്ട് അമ്മ പോകാതിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞു. ഈ സമയം നമ്മുടെ ശരത്ത് നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ നമ്മുടെ ശരത്ത് എന്നിട്ട് ചേച്ചി എന്ന് വിളിക്കാം കേട്ടോ. അപ്പൊ ആദ്യം പുറത്തു നിന്നാണ് ചേച്ചി എന്ന് വിളിക്കുന്നത്. കുറെ വിളിച്ചിട്ടും വിളിയൊന്നും ആരും കേൾക്കുന്നില്ല. അതും കൊണ്ട് എന്താ ചെയ്തത്, ഹോളിനകത്തേക്ക് കയറി ചെന്നു. ഹോളിനകത്തേക്ക് കയറി ചെന്നിട്ട് വീണ്ടും രേവതി ചേച്ചി എന്ന് വിളിക്കാൻ കേട്ടോ. അപ്പോഴും ആരും പ്രതികരിക്കുന്ന ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ ഹോളിനകത്ത് നിൽക്കുന്ന ശരത്തിനെ ചന്ദ്ര കാണുകയാണ്. ചന്ദ്ര ശരത്തിനെ കണ്ടതും ദേഷ്യം വന്നിട്ട്, ഡാ ആരാടാ, ആരോട് ചോദിച്ചിട്ടാടാ നീ ഇവിടെ വന്നത്, എടാ കള്ള ചെറുക്കാ, ആഹാ നീ ഇവിടെ വന്നത് എന്തിനാടാ, എന്തെങ്കിലും കക്കാനോ മോഷ്ടിക്കാനോ ആണോ നീ ഈ അകത്തേക്ക് കയറി വന്നത്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചോ, നീ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്. അത് പിന്നെ ഞാന് ചേച്ചീനെ കാണാൻ വേണ്ടി വന്നതാ. ഓ ചേച്ചീനെ കാണാൻ വേണ്ടി വന്നത്, നീ മോഷ്ടിക്കാൻ വന്നതല്ലേ, അല്ലാതെ നീ ചേച്ചീനെ കാണാനൊന്നും വന്നതല്ലല്ലോ. കള്ളൻ, പേരും കള്ളൻ. ഹാളില്ലാത്ത സമയം നോക്കി വീടിനകത്ത് കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോകാന് നിന്റെ അമ്മ പറഞ്ഞു വിട്ടതല്ലേടാ നിന്നെ. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കായില്ലോ നിങ്ങൾക്ക്,
അതിനാണല്ലോ നിന്റെ അമ്മ നിന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നാണം കെട്ടവൻ, കള്ളൻ, കള്ളക്കൂട്ടം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നപ്പോഴത്തേക്കും ശരത്തിനെ കണ്ട ഉടനെ, ശരത്ത് നീ എപ്പോഴാണ് വന്നത്? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവൻ എന്തിനാ വന്നതെന്ന് അറിയണോ നിനക്ക്? ഇവൻ കുറച്ചു നേരമായി വന്നിട്ട് ഇവൻ ഇതിന്റെ അകത്ത് കറങ്ങി കളിക്കായിരുന്നു. വന്നത് എന്തിനാണെന്ന് ചോദിക്കണോ? പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, മോഷ്ടിക്കാന്. അല്ലാതെ പിന്നെ എന്തിനാ ഇവൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്? ദേ അമ്മേ, അനാവശ്യം പറയരുത്. ഇവൻ അങ്ങനെ ഒരാളല്ല കേട്ടോ. കള്ളനല്ലാതെ പിന്നെ ഇവനെന്താ വലിയ ഉത്തമനാണോ? അമ്മേ, ദേ അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എന്താ ഇവനെ മാലയിട്ട് സ്വീകരിക്കണോ? സത്യം പറയുമ്പോ പൊള്ളുന്നുണ്ടല്ലേ? അപ്പൊ രവീന്ദ്രൻ വന്നിട്ട്, ചന്ദ്രൻ എന്താ ചന്ദ്രൻ നീ പറയുന്നത്? ഇവൻ ആരുമില്ലാത്ത സമയം നോക്കിയേ വീട്ടിനകത്ത് കയറി മോഷ്ടിക്കാൻ നോക്കുക. നീ എന്താ ഈ പറയുന്നത് ചന്ദ്രൻ? അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശരത്ത് പറഞ്ഞു, ഞാന് ചേച്ചീനെ കാണാൻ വേണ്ടി വന്നതാ. പിന്നെ നീ ആരാ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. എന്ത് ധൈര്യമാടാ നിനക്കുള്ളത്? എന്റെ വീട്ടില് കയറി വന്ന് എന്റെ മുതല് മോഷ്ടിക്കാൻ നോക്കുന്നു. അതുമല്ലാതെ എന്റെ വീട്ടിലെ ബൈക്ക് തന്നെ നീ മോഷ്ടിച്ചു. ഈ കാര്യമൊക്കെ നിന്റെ ചേച്ചി ഞങ്ങളോട് മറച്ചു വെച്ചു. അല്ല, പൂ കെട്ടിയിട്ടൊന്നുമല്ല, മോഷ്ടിച്ചാണല്ലേ നിങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരിക്കലും ഞങ്ങളുടെ കുടുംബം മോഷ്ടിച്ചിട്ടല്ല ജീവിക്കുന്നത്. നിർത്തി അവിടെ. പാവങ്ങളെ പോലെ അഭിനയിച്ച് കാണിച്ചിട്ട് എങ്ങനെയാണ് നീ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പില് പാവമായിട്ട് അഭിനയിക്കുക, എന്നിട്ട് തൊഴിലോ മോക്ഷണം, മോഷ്ടിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഇങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ കാണുന്നത്. എൻ്റെ വീട്ടിലേക്ക് തന്നെ കയറി വന്നല്ലോ ഇവള് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും കൂടെ വന്നു കേട്ടോ. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അല്ല അമ്മേ, ഇവൻ കോളേജിൽ പഠിക്കാന്നല്ലേ പറഞ്ഞത്? ഈ കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതും ഇനി കള്ളമാണോ? മോളെ, ഇത് മാത്രമല്ല, മൊത്തം കള്ളത്തരം. കോളേജിൽ പോകുന്നെന്ന് പറഞ്ഞ് ഇറങ്ങിയേ ഇതും ഇതിനപ്പുറവും ഉള്ള കാര്യങ്ങളാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെയെങ്കിലും ബൈക്ക് മോഷ്ടിച്ചിട്ട് കണ്ട പെമ്പിള്ളാരെ അതിന്റെ പുറകിലിരുത്തി കറക്കം, അതൊക്കെ തന്നെ ഇവന്റെ തൊഴില്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ നീ നിർത്തുന്നുണ്ടോ? എന്റെ വായടയ്ക്കാനല്ലേ? എന്റെ വായടയ്ക്കാൻ പറ്റത്തില്ല ഇപ്പൊ. ദേ ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ അങ്ങ് നിർത്ത്. വെറും നാണം കെട്ടവര്. ദേ ഇവൻ ബൈക്ക് മോഷ്ടിച്ച കാര്യം ഇവള് നിങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. മറച്ചു വെച്ചില്ലേ? നിങ്ങളെയും ചതിക്കുക ചെയ്തത്, അത് മറക്കട്ടെ നിങ്ങള് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് എന്തോ പോലെ ആയി പോയിട്ടോ. ശരിയാണ്, നമ്മുടെ രവീന്ദ്രനോട് പറഞ്ഞില്ല, സച്ചി കാരണമാണ് ഇത് പറയാത്തതും. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, കണ്ടോടി, മറുപടി ഇല്ല അദ്ദേഹത്തിന്. അല്ലെങ്കിൽ നിന്നെ എടുത്ത് പൊക്കി വെക്കുന്നതല്ലായിരുന്നോ? അല്ല, നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളല്ലായിരുന്നോ? ഇപ്പൊ കണ്ടില്ലേ അദ്ദേഹം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അതിന് കാരണം എന്താ? നീ തന്നെ അതിന് കാരണം. നിന്റെയൊക്കെ തനിനിറം എന്താണെന്ന് ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തത്. അപ്പൊ ശരത്ത് പറഞ്ഞു, ആന്റി, ഞാൻ വന്നത് അറിയാടാ. നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എന്തിനാണെന്നും എനിക്കറിയാം. മോഷ്ടിക്കാന്, കക്കാന്. ഈ മനുഷ്യനെ ചതിച്ച് പറഞ്ഞു പറ്റിച്ച് നിന്റെ ചേച്ചി ആദ്യം ഇവിടെ വാഴിച്ചു. ചേച്ചി കാണാനെന്ന് പറഞ്ഞ് കൂടെ ഇവിടെ വരിക, എന്നിട്ട് ഇവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോവുക, വിൽക്കുക, പണമെടുക്കുക, കുടുംബത്തെ പോറ്റുക. അതിനല്ലേ നീ ഇങ്ങോട്ടേക്ക് വരുന്നത്? അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ദേ അമ്മ, വായി തോന്നുന്നൊന്നും വിളിച്ചു പറയരുത്. അവൻ എന്താ ഇവിടെ നിന്ന് ഇതുവരെ മോഷ്ടിച്ചിട്ടുള്ളത്? ഇതുവരെ അവനൊന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ. ദേ എന്റെ അനിയനെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ സഹിക്കില്ല. അയ്യോ, പിന്നെ സത്യസന്ധമായിട്ട് നീ ഇവിടെ വീണ്ടും ചമഞ്ഞ് നിൽക്കരുത് കേട്ടോ രേവതി. ഈ മനുഷ്യനോട് നിനക്ക് പറയായിരുന്നല്ലോ, നിന്റെ അനിയനാണ് ഇവിടുത്തെ ബൈക്ക് മോഷ്ടിച്ചതെന്നും അത് സച്ചി കേസ് വന്ന് തേച്ചു മായ്ച്ചു കളഞ്ഞു എന്നും ഒക്കെ പറയായിരുന്നല്ലോ. എന്നിട്ട് എന്താ നീ പറഞ്ഞോ? ഇല്ലല്ലോ. നീ അറിഞ്ഞുകൊണ്ടാ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ക്ഷേത്രത്തിനെ മുന്നില് പൂക്കട നടത്തുന്നതിന് പകരം അവിടെ ഒരു തുണി വിരിച്ചിട്ടിട്ട് കുടുംബസമേതം യാചിക്കത്തില്ലായിരുന്നോ? അല്ല, കണ്ടവന്റെ മുതൽ മോഷ്ടിച്ച് തിന്നതിനേക്കാളും നല്ലതേ എരന്ന് തിന്നുന്നതാ. ദേ അമ്മേ, ദേ കുറച്ച് കൂടി പോകുന്നുണ്ടോ കേട്ടോ ഇത്. ഞങ്ങളൊക്കെ മനുഷ്യരാ. ഇങ്ങനെ ശിക്ഷിക്കാനും മാത്രം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ. ദേ എന്റെ കുടുംബക്കാരെയും എന്റെ അനിയനെയും ഒക്കെ പറയുന്നത് കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ദേ ശരത്തെ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീ വീട്ടിലേക്ക് പോ. നീ ഇവിടെ നിൽക്കണ്ട, പ്ലീസ് ശരത്തെ, നീ വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? മോഷ്ടിക്കാൻ വന്നത് മോനെ, അല്ലാതെ പിന്നെ എന്തിനാ ഇവൻ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഞാൻ കണ്ടതുകൊണ്ട് ഇവന് എടുത്തിട്ട് പോകാൻ പറ്റിയില്ല. ഇല്ലായിരുന്നെങ്കിൽ ഇവനെ എന്തെങ്കിലും എടുത്തോണ്ട് പോയേനെ. അല്ല
അമ്മ ഇവൻ ഇവിടെ കയറി വന്ന ഉടനെ കണ്ടില്ലല്ലോ. അപ്പൊ ഇവൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഇവൻ എന്തോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ രേവതി പറഞ്ഞു, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഇങ്ങനെ അപമാനിക്കരുതേ, ഇവൻ ഇങ്ങനെ ചെയ്യില്ല, ഇവനൊന്നും എടുത്തിട്ടില്ല. ദേ ശരത്തെ നീ പോ എന്ന് പറഞ്ഞപ്പോ ദേ അങ്ങനെ പോകുന്നും വേണ്ട, ദേ ബാഗിനകത്ത് എന്താണെന്ന് പരിശോധിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധി ആ ഒരു ബാഗ് തട്ടിപ്പറിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ദേ സുധി വിട്ടെ, അവനെ വിട്, അവന്റെ ചേച്ചിനെ കാണാൻ വേണ്ടി വന്നതല്ലേ, അവൻ പൊക്കോട്ടെ. ദേ എന്റെ പൊന്നു മനുഷ്യ, ഇനിയും നിങ്ങക്ക് മനസ്സിലായില്ലേ? ഞാൻ സമ്മതിക്കില്ല. ഇവന്റെ ബാഗിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് നോക്കിയിട്ട് ഞാൻ ഇവന് ഇവിടുന്ന് വിടത്തുള്ളൂ. സുധി എടാ ഇവന്റെ ബാഗ് നോക്കടാ എന്നും പറഞ്ഞ് ആ ബാഗ് വീണ്ടും അങ്ങ് പിടിച്ചു മേടിക്കാണ് കേട്ടോ. എന്നിട്ട് ആ ബാഗ് മൊത്തം കുടഞ്ഞ് ഇട്ടു. ഏതായാലും പുസ്തകങ്ങളും പാത്രങ്ങളും ഒക്കെ താഴെ പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ ബാഗിനകത്ത് ഒന്നുമില്ല എന്ന്? ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മേ. എന്റെ അനിയൻ മോഷ്ടിക്കില്ല, ആരുടെയും മുതൽ എന്റെ അനിയൻ മോഷ്ടിക്കില്ല. അന്ന് എന്റെ അനിയൻ ഒരു അബദ്ധം പറ്റിയതാ. ഇവൻ കോളേജിൽ പോകാൻ ഇറങ്ങിയ വഴി എന്നെ ഒന്ന് കാണാൻ വന്നതാ. നിങ്ങൾ എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ അനിയൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? മോനെ നീ ഒരു കാര്യം ചെയ്യാം, പുസ്തകമൊക്കെ എടുത്തിട്ട് കോളേജിൽ പോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുധി പെട്ടെന്ന് ഒന്നും കൂടി കോളറിന് കുത്തിപ്പിടിച്ചു ശരത്തിന്റെ. അതെ നീ അങ്ങനെ പോകണ്ട, നിന്നെ ഒന്നും കൂടി പരിശോധിക്കണം. നീ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റും ബെൽറ്റൊക്കെ ഊരി പോക്കറ്റും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയാണ് കേട്ടോ. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. സഹി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് എന്താ ചെയ്തത്? നേരെ സുധിയുടെ കോളറെ കയറി ഇങ്ങ് പിടിച്ചിട്ട് താൻ എന്താണോ കാണിക്കുന്നത് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. കാരണം സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഏതായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ രേവതിനെ കുടുംബത്തിനെയും കള്ളിയാക്കി മുദ്ര കുത്തിയ നമ്മുടെ ചന്ദ്രനെ പറപ്പിക്കാൻ വേണ്ടി സച്ചി ഇപ്പോൾ ഉടനെ എത്തൂട്ടോ. അത് നാളത്തെ വിശേഷത്തിലേക്ക് പോകും. അപ്പം ഇന്ന് വൈകിട്ട് നമ്മൾ ഫുൾ പ്രമേയമായിട്ട് വരുന്നതായിരിക്കും, നാളത്തെ ഫുൾ കഥയുമായിട്ട് വരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.